ഹലോ നമസ്കാരം. വെൽക്കം ടു അനദർ സെഷൻ ഓഫ് UPSC ഇൻസൈറ്റ്സ്. നമ്മൾ 2021 മുതൽ 2024 വരെയുള്ള ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ PVQs ആണ് ഇവിടെ നോക്കുന്നത്. 2025 ഹിസ്റ്ററിയുടെയും ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെയും ഒരു ടോട്ടലായിട്ട് മൊത്തം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ വെറുതെ ഡിസ്കസ് ചെയ്യുകയല്ല, നമുക്കിനി വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട പോർഷൻസ് നമ്മളൊന്ന് നോക്കുന്നുണ്ട്. നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് ദ ലേറ്റസ്റ്റ് ഇൻക്ലൂഷൻ ഇൻ ദ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ? ചൗ ഡാൻസ്, ദുർഗാ പൂജ, ഗർഭ ഡാൻസ്, കുംഭമേള. നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്ക് എന്തായാലും അതിൻ്റെ ആൻസറിലേക്ക് പോകാം. യുനെസ്കോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ ലിസ്റ്റുകൾ ഹെറിറ്റേജ് ലിസ്റ്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. നമുക്കത് എന്തൊക്കെ നോട്ട് ചെയ്യണോ നോക്കാം. എന്തായാലും അതിൻ്റെ റൈറ്റ് ആൻസർ ഗർഭ ഡാൻസ് ആണ്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. 2024 ചോദ്യം ആയതുകൊണ്ട് തന്നെ 2023 ഒരു എൻട്രിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ ഗുജറാത്തിലെ ഗർഭ എന്ന് പറയുന്ന ഡാൻസ് യുനെസ്കോയുടെ റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റിൽ നിന്നും ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 18ാമത് ഇന്റർ ഗവൺമെന്റൽ കമ്മിറ്റിയാണ് അതിന് തീരുമാനമെടുത്തത്. ബോട്സ്വാനയിലാണ് അത് കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം നമ്മൾ നോക്കേണ്ട 2025 ലിസ്റ്റാണ്, എൻട്രീസ് ആണ്, ഇന്ത്യയിൽ നിന്നുള്ള എൻട്രീസ്. എത്രാമത്തെ സെഷൻ ആണെന്ന് നോക്കണം, എവിടെയാണ് നടന്നത് എന്ന് നോക്കണം, എന്നിട്ട് ഈ ഏതാണോ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും കൂടി ഒന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും യുനെസ്കോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻക്ലൂഷനും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചോദ്യം. അതായത് നിങ്ങൾക്കൊരു 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു 2 അല്ലെങ്കിൽ 1 ഈ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരെണ്ണം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ആൻസറും ബാക്കിയുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കാം. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. കൊൽക്കത്തയിലാണ് ദുർഗാ പൂജ. 2021 അത് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്. കുംഭമേള 2017 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കുംഭമേളയുടെ അപ്ഡേറ്റ്സും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പീസ്ഫുൾ കോൺഗ്രിഗേഷൻ ഓഫ് പിൽഗ്രിംസ് ആണ്. 2017 ഇത് ബേസ് ചെയ്തിട്ട് അത് 2017 ഈ കുംഭമേള ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുംഭമേളയുടെ ഡീറ്റെയിൽസ് നോക്കുക. ചൗ ഡാൻസ് 2010 ഇൻക്ലൂഡ് ചെയ്തു. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലാണ് ഈ ചൗ ഡാൻസ് ഒരു മാസ്ക് ഡാൻസ് ആണ്. മഹാഭാരതം, രാമായണം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പെർഫോമൻസ് നടത്തുന്നത്. സരൈഖല ചൗ ജാർഖണ്ഡ്, മയൂർഭഞ്ച് ചൗ ഒഡീഷ, പുറേലെ ചൗ വെസ്റ്റ് ബംഗാൾ. ഇതിൻ്റെ 3 വെർഷൻസ് ആണ്, 3 സ്ഥലങ്ങളിലെയും വെർഷൻസ് ആണ്. നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ വർക്ക് ആട്രിബ്യൂട്ടഡ് ടു പ്ലേറൈറ്റ് ഭാസ? നമ്മളുടെ നാടകകൃതികൾ, തിയേറ്റർ ഫോംസ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഏൻഷ്യൻ ഡ്രാമാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തമിഴിലോ അല്ലെങ്കിൽ പാലിയിലോ ഈ പറയുന്ന പ്രകൃതിയിലോ ഒന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഡ്രാമ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സംസ്കൃതത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇൻഡോ ഗ്രീക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ആയിട്ടാണ് പൊതുവെ നമ്മൾ ഈ തിയേറ്റർ ഫോംസിൽ തന്നെ പ്ലേസ് അല്ലെങ്കിൽ ഈ ഡ്രാമയെ നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1-ാം നൂറ്റാണ്ടിനടുത്തിട്ടാണ് നമുക്ക് ആദ്യത്തെ ഈ ഡ്രാമാസ് വരുന്നത്. ഏറ്റവും എയർലിസ്റ്റ് ആയിട്ടുള്ള 2 ഡ്രാമ റൈറ്റേഴ്സ് ഭാസനും അതുപോലെ തന്നെ നമ്മുടെ ഈ അശ്വഘോഷനുമാണ്. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ നമ്മുടെ സാധാരണയായിട്ട് ചോദിക്കുന്ന മൃച്ഛകടിക, മുദ്ര രാക്ഷസ, അങ്ങനെ വിശാഖദത്തൻ, ശൂദ്രക, കാളിദാസൻ, ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ആൻസറിലേക്ക് പോകാം. മാധ്യമ വ്യവയോഗയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ട്രിക്സും ടിപ്സും ഒന്നുമില്ല. നമുക്ക് ഓതേഴ്സിനെ എടുക്കുക, അവരുടെ റൈറ്റിങ്സ് എടുക്കുക, കാണാതെ പഠിക്കുക, മനഃപ്പാഠമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭാസനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ രാമായണവും മഹാഭാരതവും മറ്റു പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകളായിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാധ്യമ വ്യവയോഗ എന്ന് പറയുന്നത് ഭാസൻ എഴുതിയിരിക്കുന്ന മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, പാണ്ഡവ രാജകുമാരനായ ഭീമനും അദ്ദേഹത്തിന്റെ മകനായ ഘടോത്കചനും തമ്മിലുള്ള ഒരു റീയൂണിയനാണ് അതിനകത്ത് വിശദമാക്കുന്നത്. ഇതേപോലെ തന്നെ അശ്വഘോഷന്റെ കൃതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ബുദ്ധമത ആചാര്യനാണ്. 4-ാം ബുദ്ധമത സമ്മേളനത്തിൽ വസുമിത്രനോടൊപ്പം
അതിൻ്റെ സമ്മേളനത്തിന് ഒരു നേതൃത്വം കൊടുത്ത ഒരു ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസറുമായിരുന്നു. കനിഷ്കന്റെ സമകാലികനാണ്, കനിഷ്കന്റെ രാജകൊട്ടാരത്തിലെ അംഗമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. ബുദ്ധചരിത, സൗധർനന്ദ, സരിപുത്ര പ്രകടനം, ഇത് മൂന്നുമാണ് അശ്വഘോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോണം. ഏറ്റവും ലിസ്റ്റ് ആയിട്ടുള്ള രണ്ടുപേര് ഭാസനും അശ്വഘോഷനുമാണ്. ഭാസൻ എപ്പോഴും മഹാഭാരതം, രാമായണം, പുരാണങ്ങൾ അങ്ങനെ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കിനി ഈ ഭാവിയിൽ ഈ വർഷമോ അല്ലെങ്കിൽ ഈ വരുന്ന വർഷങ്ങളിലോ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അത് നിങ്ങളൊന്ന് കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാവ്യാലങ്കാര എന്ന് പറയുന്നത് സംസ്കൃത കാവ്യങ്ങളെ കുറിച്ച് റിട്ടോറിക്കായിട്ട് എഴുതപ്പെട്ട, അതിനെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കൃതിയാണ്. ഭാമക അല്ലെങ്കിൽ ഭാമകയാണ് അത് എഴുതിയിരിക്കുന്നത്. ഭാമഹ എന്നോ ഭാമക എന്നോ നമുക്ക് വിളിക്കാം. നാട്യശാസ്ത്രം ഒരു ഏൻഷ്യന്റ് എൻസൈക്ലോപീഡിക് തിയേറ്റേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ തിയേറ്റർ ഫോം, ഡാൻസ്, മ്യൂസിക് എന്നിവയെക്കുറിച്ച് ഭരതമുനി എന്ന് പറയുന്ന ഒരു സേജ് എഴുതിയതാണ്. ഏകദേശം BC 2-ാം നൂറ്റാണ്ടിനടുത്താണ് ഇതിൻ്റെ ഒരു കമ്പൈലേഷൻ എന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ വേറെ കൃതികളും ഉണ്ട്. അഭിനയദർപ്പണ ചെന്നകേശ്വരയുടെയാണ്, അതും കൂടെ നമുക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. മഹാഭാഷ്യ എന്ന് പറയുന്നത് പുരാതന കാലത്ത് BC 4-ാം നൂറ്റാണ്ടിൽ പാണിനി എഴുതിയ അഷ്ടധ്യായിയുടെ കമന്ററിയാണ്. നോക്കണം, BC 4-ാം നൂറ്റാണ്ടിൽ, അതായത് മഹാത്മനന്ദ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ സമകാലികനായിരുന്ന പാണിനി എഴുതിയ അഷ്ടധ്യായി എന്ന് പറയുന്ന സംസ്കൃത ഗ്രാമർ ഉണ്ട്. ആ ഗ്രാമർ ടെക്സ്റ്റിന്റെ കമന്ററി, അതിന്റെ വ്യാഖ്യാനമാണ്. അത് പിൽക്കാലത്ത് AD ഒരു 4th century 5th century ആ ഒരു കാലഘട്ടത്തോടു കൂടി രൂപീകൃതമായി. അതിനു മുമ്പ് ഏകദേശം AD 2-ാം നൂറ്റാണ്ടാണെന്ന് പറയുന്നത് കൊണ്ട് എന്തായാലും AD 2nd centuryക്കോ അല്ലെങ്കിൽ 5th centuryക്കോ ഇടയിൽ പതഞ്ജലി എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് മഹാഭാഷ്യ. എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? അഷ്ടധ്യായി ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ പാണിനിയുടേതാണ് അഷ്ടധ്യായി. അത് BC 4-ാം നൂറ്റാണ്ടിൽ മഹാപത്മനന്ദ എന്ന് പറയുന്ന മഗധ രാജാവിന്റെ സമകാലികനായിരുന്ന് അദ്ദേഹം എഴുതിയതാണ്. ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾക്ക് ഈ PDF ഞാൻ പറഞ്ഞല്ലോ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയി ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് കാണാതെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, മേഘദൂതം, രഘുവംശം, കുമാരസംഭവം, വാസന്റേത് സ്വപ്നവാസവദത്തം, പ്രതിമാ നാടക, ഉരഭംഗ, ശൂദ്രകേടത്, മൃച്ഛകടിക, അത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. വിശാഖദത്തന്റെ മുദ്രാരാക്ഷസ, ദേവി ചന്ദ്രഗുപ്തം, അതും സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഭാവഭൂതിയുടെ ഉത്തരരാമചരിത, മാലതി മാധവ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഭാരവിയുടെ കീർത്താർജുന്യ, അതും ചോദിച്ചിട്ടുള്ളതാണ്. മാഘയുടെ ശിശുപാലവധ, ഇതൊക്കെ കാണാതെ അങ്ങോട്ട് പഠിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് മറ്റ് ചില കൃതികൾ നോക്കാം. അതായത് ഈ നാടകകൃതികൾ കൂടാതെയുള്ള, ഈ നാടകകൃതികളെ ബേസ് ചെയ്ത് പ്രത്യേകം UPSC ഒന്ന് ചോദിക്കാറുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് റൈറ്റേഴ്സും നോട്ടബിൾ വർക്കേഴ്സുമായിട്ട് നോക്കാം. മറ്റ് ചില വിഷയങ്ങളിലുള്ള ചില കൃതികൾ നോക്കാം. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എഴുതിയതാണ് അർത്ഥശാസ്ത്രം. വിഷ്ണു ശർമ്മ എഴുതിയതാണ് പഞ്ചതന്ത്രം. കാമദണ്ഡക എഴുതിയതാണ് നീതിസാരം. നാരായണ പണ്ഡിറ്റ് എഴുതിയതാണ് ഹിതോപദേശം. ഇതൊന്ന് പഠിക്കാം. ഇനി നമുക്ക് ഈ ബയോഗ്രഫിക്കലായിട്ടുള്ള ചില കൃതികൾ, അല്ലെങ്കിൽ ഒരു ചരിത്ര സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്ന ചില കൃതികൾ എന്ന് നമുക്ക് പറയാവുന്ന ചില കൃതികളുണ്ട്. പ്രത്യേകിച്ച് ചരിത സാഹിത്യം എന്ന് പറയുന്നത് പല തരം ചരിത്ര സാഹിത്യങ്ങളുണ്ട്. നമുക്ക് അതൊരു പ്രോപ്പർ ഹിസ്റ്ററി ആയിട്ട് എടുക്കാൻ കഴിയില്ലെങ്കിലും ബയോഗ്രഫിക്കൽ അക്കൗണ്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. ബാണഭട്ടന്റെ 2 കൃതികൾ, ഹർഷചരിതയും കദംബരിയും. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഹർഷവർദ്ധന എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സദസ്യനായിരുന്ന ബാണഭട്ടൻ എഴുതിയതാണ് ഈ ഹർഷചരിത. കദംബരിയും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എഴുതപ്പെട്ടത്. കൽഹാണന്റേത് ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിനടുത്ത് എഴുതപ്പെട്ടതാണ്. 12-13-ാം നൂറ്റാണ്ടിനടുത്ത് കശ്മീരിലെ രാജാക്കന്മാരെ കുറിച്ച് എഴുതപ്പെട്ടതാണ്. രാജതരംഗിണി എന്ന് പറയും. ബിൽഹാണന്റേത് വിക്രമംഗദേവചരിത. വിക്രമാദിത്യ 6 എന്ന് പറയുന്ന ചാലുക്യ രാജാവിനെ കുറിച്ച് ബിൽഹാണൻ എഴുതിയതാണ്. ചന്ദ്രബർദായി പൃഥ്വിരാജറാസു എന്ന് പറയുന്ന ഒരു എപ്പിക് കവിതയാണ്. പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രജപുത്ര രാജാവിന്റെ ജീവചരിത്രം 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ്. നമ്മളുടെ 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടുമായിട്ട്. മുഹമ്മദ് ഗോറിയുമായിട്ട് യുദ്ധമൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ ബ്രജ് ഭാഷ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലാണ് ചന്ദ്രബർദായി പൃഥ്വിരാജറാസു എന്ന് പറയുന്ന എപ്പിക് കവിത എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് തമിഴ് കൃതികൾ ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഇളങ്കോടികളുടേതാണ് ചിലപ്പതികാരം. അതിനകത്ത് കണ്ണകി കോവാൽ എന്ന് പറയുന്ന
നമ്മുടെ എന്താണ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സിത്തലൈ സാത്തനാറയാണ് മണിമേഖലി. ഈ സിലവധികാരത്തിന്റെ ബാക്കിയായിട്ടുള്ള കഥയാണ് അതിനകത്ത് പറയുന്നത്. തിരുവള്ളുവർ തിരുക്കൂറൽ എഴുതി, അതും സംഘം ലിറ്ററേച്ചറിൽ എന്താണ് നമ്മുടെ ലേറ്റർ സംഘം ഭാഗമായിട്ട് വരുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കൃതിയാണ്. തോൽക്കാപ്പിയർ എന്ന് പറയുന്ന ആള് എഴുതിയിരിക്കുന്നത് തോൽക്കാപ്യമാണ്. മിത്തുകളിൽ അദ്ദേഹം അഗസ്ത്യമുനിയുടെ ശിഷ്യനാണെന്ന് പറയപ്പെടുന്നു. രണ്ടാം സംഘത്തിൽ നമുക്കറിയാലോ 3 സംഘങ്ങളാണ് തമിഴ് ഭാഷയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ രണ്ടാം സംഘം മുച്ചങ്കോ എന്ന് പറയും. ഇതിൽ രണ്ടാം സംഘത്തിലെ അതിന്റെ അധ്യക്ഷനായിരുന്നു തോൽക്കാപ്പിയർ എന്നും അദ്ദേഹം എഴുതിയതാണ് തോൽക്കാപ്യം എന്നും ആണ് പൊതുവെ പറയപ്പെടുന്നത്. ഇനി അടുത്ത നമ്മുടെ ഒരു ചോദ്യം നോക്കാം. സംഘഭൂതി, an Indian Buddhist monk who traveled to China at the end of 4th century AD, was the author of commentary on പ്രജ്ഞാപരിമിത സൂത്ര, വിശുദ്ധിമാക, സർവസ്തി വിനയ, ലളിത വിസ്താര. സാധാരണ നമുക്ക് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന യാത്രികരെ കുറിച്ചാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് പോയവരെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഇതിനകത്ത് ഒരു റാൻഡമായിട്ട് എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ആഴത്തിലുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന മെറ്റീരിയൽസിലൊന്നും കാണാത്ത ഒരു ചോദ്യം ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ലളിത വിസ്താര, വിശുദ്ധിമാക, പ്രജ്ഞാപരിമിത സൂത്ര തുടങ്ങുന്നവയൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കൃതികളാണ്. അതിൻ്റെ ഓതിയസ് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതങ്ങ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് വരിക. ആരാ? സർവസ്തിവാദ വിനയം. അതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം. നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, എളുപ്പം നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോകാം. സംഘഭൂതി എന്ന് പറയുന്നത് ഇന്നത്തെ ഗാന്ധാര പ്രദേശം, അതായത് അഫ്ഗാനിസ്ഥാന്റെ കാബൂൾ റീജിയനിൽ നിന്നും വടക്കൻ ചൈനയിലേക്ക് 4ാം നൂറ്റാണ്ടിൽ യാത്ര ചെയ്ത ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം ബുദ്ധമത ഗ്രന്ഥങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർവസ്തിവാദ വിനയ. കാരണം ഈ സർവസ്തിവാദ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. സർവസ്തിവാദ എന്ന് പറയുന്ന ഒരു ബുദ്ധ മതത്തിൽ തന്നെയുള്ള അന്നത്തെ ഒരു വിഭാഗം, ഒരു സ്കൂൾ എന്ന് നമുക്ക് വേണേൽ പറയാം, വിവിധ വിഭാഗങ്ങളുണ്ട്. ഈ സർവസ്തിവാദക്കാരുടെ ഒരു മൊണാസ്റ്റിക് ആയിട്ടുള്ള റൂൾസ് ആ കാലത്ത് പൂർണ്ണമായിട്ട് ചൈനയിൽ ലഭ്യമല്ലായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തി അവിടെയുള്ള ചൈനയിലുള്ള ഒരു സർവസ്തിവാദ ആശയക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധമതത്തിൻ്റെ ഒരു സന്യാസികൾക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ സർവസ്തിവാദ വിനയ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ ചൈനീസ് വെർഷനാണ്. സോ നമുക്ക് ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് അറിയാമല്ലോ, PDF എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അഭിധർമ്മ വിഭാഷാശാസ്ത്ര എന്ന് പറയുന്ന ഒരു കൃതിയുടെ എന്താണ് അതിൻ്റെ ഒരു അതുമായിട്ടും ഇദ്ദേഹത്തെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അഭിധർമ്മ വിഭാഷാശാസ്ത്ര നമുക്ക് എന്താണ് പറയുന്നത്, സർവസ്തിവാദക്കാരുടെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എഴുതപ്പെട്ട മറ്റൊരു കൃതിയാണ് അഭിധർമ്മ വിഭാഷാശാസ്ത്ര. ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതും സംഘഭൂതിയാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോണം. മറ്റു ഓപ്ഷൻസിലേക്ക് ഒന്ന് പോകാം. പ്രജ്ഞാപരിമിത സൂത്ര, പെർഫെക്ഷൻ ഓഫ് വിസ്ഡം എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റാണ്. കുമാരജീവിയെ പോലെയുള്ള ആൾക്കാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് സംഘഭൂതിയുടെ ടെക്സ്റ്റ് അല്ല. വിശുദ്ധിമാക എന്ന് പറയുന്നത് തേരാവത ബുദ്ധമതക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്ട്രിനൽ മാനുവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരൊരു കൃതിയാണ്. അത് ബുദ്ധഘോഷനാണ് എഴുതിയിരിക്കുന്നത്. 5ാം നൂറ്റാണ്ടിൽ ശ്രീലങ്കയിൽ വെച്ച് പാലി ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് സർവസ്തിവാദ സ്കൂളുമായിട്ടോ സംഘഭൂതിയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ചൈനയിലേക്ക് പോയിട്ടുള്ള സന്യാസികളുമായിട്ട് ബന്ധമില്ല. പ്രജ്ഞാപരിമിത സൂത്രം നമുക്ക് കൃത്യമായിട്ട് ആരാണ് ഓദർ എന്നും അറിയത്തില്ല. ലളിത വിസ്താര എന്ന് പറയുന്നത് മഹായാന ബുദ്ധമതക്കാരുടെ സംസ്കൃത ഭാഷയിലുള്ള ഒരു ഒരു ഗ്രന്ഥമാണ്. അതിൽ പ്രധാനമായി ഗൗതമ ബുദ്ധന്റെ ജീവചരിത്രമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹാഗ്യോഗ്രാഫി, നമുക്കറിയാലോ, ഒരു സെയിന്റിന്റെ ജീവചരിത്രത്തെ നമ്മളെപ്പോഴും ബയോഗ്രഫിക്കൽ അക്കൗണ്ടിനെ എപ്പോഴും ഹാഗ്യോഗ്രാഫി എന്നാണ് പറയുന്നത്. അപ്പം ഗൗതമ ബുദ്ധന്റെ ഒരു ഒരു ജീവചരിത്രം ഒക്കെ ഉൾപ്പെടുന്ന ഒരു മഹായാന ഗ്രന്ഥമാണ് ലളിത വിസ്താര. നമുക്ക് ഇതിൻ്റെയും ഒരു യഥാർത്ഥ ഓദർ ആരാന്നറിയില്ല, പലതവണ അത് പകർത്തി എഴുതപ്പെട്ടതാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ആൾക്കാരെയും നമ്മളുടെ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട കൃതികൾ നോക്കാം. നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം, ഈ ആർട്ട് ആൻഡ് കൾച്ചറിൽ അതിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന് 5 ക്വസ്റ്റ്യൻ, അതായത് ഒരു 50% ക്വസ്റ്റ്യൻസ് എപ്പോഴും ലിറ്ററേച്ചർ ആയിരിക്കും. അതിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ബാക്കിയുള്ളത് സംസ്കൃതവും അല്ലെങ്കിൽ തമിഴുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം.
നമുക്ക് നോക്കാം. കുമാരജീവ 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് കാലഘട്ടം. അദ്ദേഹം ചൈനയിലേക്ക് പോയിരുന്നു. അദ്ദേഹമാണ് ലോട്ടസ് സൂത്ര, ഡയമണ്ട് സൂത്ര തുടങ്ങുന്ന പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. ലോട്ടസ് സൂത്ര, ഡയമണ്ട് സൂത്ര തുടങ്ങുന്ന പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം പ്രജ്ഞാപരമിത സൂത്ര ചൈനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും കുമാരജീവിയാണ്. പ്രജ്ഞാപരിമിത സൂത്ര ചൈനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അതും കുമാരജീവിയാണ്. നോക്കണം, AD 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട്. ലോട്ടസ് സൂത്ര, ഡയമണ്ട് സൂത്ര പ്രത്യേകം നോക്കാം. ബുദ്ധയാമ 5-ാം നൂറ്റാണ്ടിൽ കുമാരജീവയോടൊപ്പം വർക്ക് ചെയ്ത ആളാണ്. ദീർഘ അഗമ എന്ന് പറയുന്ന ഒരു കൃതിയാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ബോധിധർമ്മ 5-6 നൂറ്റാണ്ട്, നമ്മുടെ 7-ാം അറിവ് എന്ന് പറയുന്ന തമിഴ് സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ആ ക്യാരക്ടർ തന്നെ. അദ്ദേഹമാണ് സെൻ ബുദ്ധിസം അല്ലെ ചാൻ ബുദ്ധിസം സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹം സെൻ ബുദ്ധിസത്തിന്റെ ചൈനയിലെ സ്ഥാപകനാണ്. ഇനി നമുക്ക് നോക്കാം മറ്റ് ചില കൃതികളിലേക്ക് പോകാം. നമ്മുടെ ജനറൽ ആയിട്ട് ഇപ്പം ചൈനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. സംഘഭൂതി, കുമാരജീവ, ബുദ്ധയാമ, ബോധിധർമ്മ. നമുക്കിനി ജനറൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങൾ നോക്കാം. ബുദ്ധഘോഷന്റെയാണ് വിശുദ്ധ മാഘ, പാത്ത് ഓഫ് പ്യൂരിഫിക്കേഷൻ എന്നറിയപ്പെടുന്നു. തേരാവാദ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നാഗാർജുനയുടെയാണ് മാധ്യമക കരിക. ഓക്കെ, മാധ്യമക എന്ന് പറയുന്ന സ്കൂള്, അങ്ങനെ ഒരു വിഭാഗത്തിന്റെ സ്ഥാപകനും നാഗാർജുന തന്നെയാണ്. അസാംഗ വസുബന്ധു 2 പേര് എഴുതിയിട്ടുള്ളതാണ്. അഭിധർമ്മഘോഷ, ഇത് ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ മഹായാന ബുദ്ധിസത്തിൽ, പ്രത്യേകിച്ച് യോഗാചാര ബുദ്ധിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിക്കൽ ഗ്രന്ഥമാണ്. ദിഗ്നാഗ അദ്ദേഹം എഴുതിയതാണ്. പ്രമാണ സമുച്ചയ, ബുദ്ധിസ്റ്റ് ലോജിക്കാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ശാന്തിദേവ ബോധിചര്യാവതാര എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ബോധിസത്വന്മാരെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ ഇതൊരു കുറച്ച് കൃതികൾ ഞാൻ ഒരു 4-5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് കാര്യമായിട്ട് പഠിക്കുക, നോക്കുക. ബാക്കിയുള്ള ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങളും ഒന്ന് കാണാതെ പഠിച്ചാൽ വളരെ നന്നായിരിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കുറച്ച് ഇന്ത്യൻ എൻട്രീസിനെ കുറിച്ചാണ് ചോദ്യം. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡഡ് ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് റിലീസ്ഡ് ബൈ യുനെസ്കോ. ശാന്തി നികേതൻ, റാണി കി വാവ്, സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാല, മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോധഗയ. ഹൗ മെനി ഓഫ് ദ എബോവ് പ്രോപ്പർട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ 2023? നോക്കിക്കോണം. only 1, only 2, only 3, all 4. നമ്മൾ നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുനെസ്കോയിലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത്, അപ്പോൾ 2022 തൊട്ടുള്ളത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. 2021 തൊട്ട് 2025 വരെയുള്ള കാലഘട്ടത്തിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റിലും ഒക്കെ ലിസ്റ്റിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും വളരെ നന്നായിരിക്കും. നമുക്ക് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് only 2 ആണ്. ഹൗ മെനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ അല്ല, ഹൗ മെനി എന്നാണ്. അപ്പൊ 2 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2023 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് അത് 45ാമത് സെഷൻ സൗദി അറേബ്യയിലെ റിയാദിൽ കൂടുകയും ഇന്ത്യയിൽ നിന്ന് 2 എൻട്രീസ് അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാലയാണ് അതിനകത്ത് ഒരു എൻട്രി. രണ്ടാമത്തത് ശാന്തി നികേതനാണ്. നമുക്കറിയാലോ, നമ്മളുടെ ടാഗോറിന്റെ ഒക്കെ പിതാമഹൻ അദ്ദേഹം അവിടെ ബുർദവൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രദേശം വാങ്ങിച്ചിട്ടാണ് ഈ ശാന്തി നികേതൻ സ്ഥാപിക്കുന്നത്. അവിടെയാണ് രവീന്ദ്രനാഥ് ടാഗോറും അഭിനേന്ദ്രനാഥ് ടാഗോറും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഓക്കെ, ഇനി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. ഇനി അതേപോലെ തന്നെ സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാല, നമ്മുടെ ഒരു 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ കർണാടക ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് ഹൊയ്സാല രാജാക്കന്മാർ. ഈ ഹൊയ്സാല രാജാക്കന്മാരുടെ ഈ ബ്ലാക്ക് ഷിസ്റ്റ്, അതായത് കറുത്ത കല്ലിൽ കുത്തിയിട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ടെമ്പിൾസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിഭീകരമായിട്ട് നല്ല മനോഹരമായ കൊത്തുപണികളോട് കൂടിയ ടെമ്പിൾസ് ആണ്. ഹലബിഡു ക്ഷേത്രം, അതുപോലെ തന്നെ ഹൊയ്സാലേശ്വര ക്ഷേത്രം, ഇങ്ങനെയുള്ള 2-3 ക്ഷേത്രങ്ങളാണ് ഇതാണ് വന്നിട്ടുള്ളത്. റാണി കി വാവും അതുപോലെ തന്നെ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോധഗയ, ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതും ഇത് രണ്ടും അതിന് മുമ്പ് തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വർഷങ്ങളൊന്നും ഓർത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്കിനി 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രീസ് വെറുതെ ഒന്ന് നോക്കാം. മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് 2025, 2022-23 സമയമായപ്പോഴത്തേക്ക് ഇത് അവർ കൺസിഡർ ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോഴത് ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തി.
ഒഫീഷ്യലി ഇൻക്ലൂഡ് ചെയ്തതാണ്. 12 കോട്ടകളാണ്. അതായത് നമ്മുടെ ഛത്രപതി ശിവാജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതേപോലെ തന്നെ പിൽക്കാലത്ത് മറാത്ത പേഷ്വാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള 12 പ്രധാനപ്പെട്ട കോട്ടകൾ അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തും. സാൽഹർ, ശിവനേരി, റായ്ഗാഡ്, പത്രഗാഡ് തുടങ്ങുന്നവയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആർക്കിടെക്ചർ, ഗിറില്ല വാർഫെയർ തുടങ്ങുന്നവയുടെ ഒരു പ്രാധാന്യം അടിസ്ഥാനമാക്കിയിട്ടാണ് ഛത്രപതി ശിവാജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്രയും ഫോർട്ടുകൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, 2024 ഒരു എൻട്രിയാണ് മൊയ്ഡാംസ് ഓഫ് അഹോം ഡൈനാസ്റ്റി. നമ്മുടെ പിരമിഡുകൾ പോലെ ആസാമിലെ അഹോം ഡൈനാസ്റ്റിയുടെ രാജവംശത്തിന്റെ ഇടയിൽ അവർ രൂപീകരിച്ചാണ്. അവരൊരു ടൂംബ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പിരമിഡ് പോലെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചറൈഡിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ന്യൂസ് കറണ്ട് അഫയേഴ്സിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇനി 2026 കൺസിഡർ ചെയ്യുന്ന ഇനി ഭാവിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ചാൻസ് ഉള്ളതാണ് ഏൻഷ്യന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് ഓഫ് സർനാഥ്. ഉത്തർപ്രദേശിലെ സർനാഥ് എന്ന് പറയുന്നത്, നമുക്കറിയാം സർനാഥിന്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾ അശോക ചക്രവർത്തിയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ ആർട്ടാങ്കൽച്ചറിൽ നമ്മുടെ നാഷണൽ എംപ്ലോയായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പഠിക്കുന്നതാണ് അല്ലെ, സർനാഥ് സ്തൂപയൊക്കെ. അതുപോലെ തന്നെ ജിങ് കെയിങ് ജിറി എന്ന് പറയുന്നത് മേഘാലയയിലെ ഒരു തരം ഒരു നാച്ചുറൽ ബ്രിഡ്ജാണ്. റൂട്ടുകൾ കൊണ്ട്, അതായത് ഈ മരങ്ങളുടെ വേരുകൾ വന്നിട്ട് അതുകൊണ്ട് ഈ ആദിവാസികൾ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. മേഘാലയയിലാണ് അത്. നമുക്കിനി ഭാവിയിൽ വരാൻ പോകുന്നതാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. ജിങ് കെയിങ് ജിറി എന്നാണ് അത് അവരുടെ ആദിവാസികളുടെ ഭാഷയിൽ അവർ വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിക്കോണം. ഈ 2 ഇനി കൺസിഡർ ചെയ്യാനുള്ളതാണ്. നമുക്കറിയാം സർനാഥ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സർനാഥുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം ഒരു ചോദ്യം വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. ജിങ് കെയിങ് ജി അതൊന്ന് ഓർത്ത് വെച്ചോണം. ഈ റൂട്ടുകൾ കൊണ്ടുള്ള, മരങ്ങളുടെ റൂട്ട്സ് കൊണ്ടുള്ള ഒരു ബ്രിഡ്ജ്. ശരി, നമുക്കിനി അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. 2023 ചോദ്യങ്ങൾ ഇവിടെ മുട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിനി 2023, 22, 21 അങ്ങനെ കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. 2025, 24 കാര്യമായിട്ട് ആർട്ടാങ്കൽച്ചറിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അത് ആ ഒരു പാറ്റേൺ ഈ പ്രാവശ്യം ചിലപ്പോൾ ആവർത്തിച്ചേക്കാം. കോർക്കൈ, പൂഹാർ, മുച്ചിരി എന്ന് പറയുന്ന 3 പുരാതനമായ ദക്ഷിണേന്ത്യൻ പോർട്ടുകളെ കുറിച്ചുള്ള ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് സൗത്ത് ഇന്ത്യ, കോർക്കൈ, പൂഹാർ, മുച്ചിരി വെയർ വെൽ നോൺ ആസ് capital cities, ports, centers of iron and steel making, shrines of Jain Tirthankaras. നമുക്ക് സാധാരണ നമ്മളുടെ ഈ ദക്ഷിണേന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏൻഷ്യന്റ് ചരിത്രമോ അല്ലെങ്കിൽ ആർട്ടാങ്കൽച്ചറോ ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഏതെങ്കിലും ടേംസ് സംഘം ലിറ്ററേച്ചറിൽ നിന്ന് എടുത്തിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ പോർട്ട് എന്നാണ്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്കറിയാം, ഞാൻ ഈ തമിഴകം പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് പഠിപ്പിക്കും. ആ ലിസ്റ്റിൽ ഈ ഓരോ വിഭാഗത്തിൽ, അതായത് നമ്മളുടെ ചോള, ചേര, പാണ്ഡ്യാസിൻ്റെ ഓരോ വിഭാഗത്തിൻ്റെയും ക്യാപിറ്റൽ സിറ്റീസും പോർട്ടുകളും ഞാൻ പ്രത്യേകം പഠിപ്പിക്കാറുണ്ട്, അവരുടെ എംബ്ലംസും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് ഒന്ന് പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇതിൽ നമുക്ക് പോർട്ടുകളാണ് അല്ലേ. അപ്പം ഈ സംഘം കാലഘട്ടത്തിലെ ചേര, ചോള, പാണ്ഡ്യന്മാർ എന്നറിയപ്പെടുന്ന മൂവണ്ടർമാർ, അവർക്ക് ഒന്ന് ഇൻലാൻഡ് ആയിട്ടുള്ള ഒരു സെന്റർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സിയോട് ചേർന്നിട്ടുള്ള ഒരു പോർട്ട് സിറ്റി ഉണ്ടായിരിക്കും. ചേരാസിനും ഉണ്ട്, ചോളാസിനും ഉണ്ട്, പാണ്ഡ്യാസിനും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. നമുക്കറിയാം സംഘം പീരീഡ് BC 3-ാം നൂറ്റാണ്ട് തൊട്ട് AD 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു BC 4-ാം നൂറ്റാണ്ട് തൊട്ട് AD 2-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യവുമായിട്ടും മറ്റ് ലോകത്തിലെ പല മേഖലകളുമായിട്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലകളുമായിട്ടും എല്ലാം സൗത്ത് ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട ഗോത്രത്തലവന്മാര് കച്ചവടം നടത്തിയിരുന്ന 3 പ്രധാനപ്പെട്ട പോർട്ടുകളാണവ. മുസിരിസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? ഈ മുച്ചിരി എന്ന് പറയുന്നത് നമ്മുടെ മുസിരിസ് ആണ്, നമ്മുടെ കൊടുങ്ങല്ലൂരാണ് ഇന്നത്തെ അല്ലെ. കോർക്കൈ പാണ്ഡ്യരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ താമിരപരണി റിവറിന്റെ തൊട്ടടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡ്യാസിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് അല്ലെ. ഇനി പൂംപൂഹാർ എന്ന് പറയുന്നത് ചോള സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാവേരി പൂമ്പട്ടിണം എന്നും അത് പിൽക്കാലത്ത് അറിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാവേരി പൂമ്പട്ടിണം എന്നും പൂംപൂഹാർ എന്നും പറയുന്നത് ഒരേ സാധനം തന്നെയാണ്. ചോഴന്മാരുടെ ചീഫ് പോർട്ട് സിറ്റി ആയിരുന്നു.
നമുക്ക് സിലപ്പതികാരം എന്ന് പറയുന്ന ഇളങ്കോടികളുടെ ആ ഒരു ഇതിഹാസ കഥയിൽ പോയത്തിൽ നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ യവനന്മാരായിട്ടുള്ള ഫോറിൻ മെർച്ചൻസ്, അതായത് യവനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ആൻഡ് റോമൻസ് ഇവിടെ എത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പട്ടണം എന്ന് പറയുന്നത് മുച്ചിരിയാണ്. മുച്ചിരിപ്പട്ടണം നമ്മളുടെ പുരാതന കാലത്ത് ഗ്രീക്കുകാരും റോമക്കാരും മുസിരസ് എന്ന് വിളിച്ചിരുന്നു. മലബാർ പ്രദേശം, അന്നത്തെ കേരളത്തിലാണ്, നമ്മുടെ കൊടുങ്ങല്ലൂർ പ്രദേശമാണ്. അവിടെ അവർ ഈ പെപ്പർ ട്രേഡിന് വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്ന മുസിരിസിനെയായിരുന്നു ബ്ലാക്ക് ഗോൾഡ് എന്ന് റോമൻ ട്രേഡേഴ്സ് വിളിച്ചിരുന്നത്. നമുക്ക് സംസ്കൃതത്തിലും അതുപോലെ തന്നെ തമിഴിലും അതുകൊണ്ട് തന്നെ യവനപ്രിയ എന്നാണ് പെപ്പറിനെ വിളിക്കുന്നത്. കാരണം പുരാതന കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോമക്കാരും ഗ്രീക്കുകാരും ഒക്കെ ഇവിടെ വന്ന് പെപ്പർ കാര്യമായിട്ട് വിലക്കെടുത്തുകൊണ്ട് പോയിരുന്നു. അത് നമുക്ക് അതുകൊണ്ട് യവനപ്രിയ എന്ന് പെപ്പറിനെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടൊക്കെ ഉണ്ട്. എന്തായാലും നോക്കാം. ഈ നമുക്ക് ചേര രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടാണ് മുച്ചിരി എന്ന് പറയുന്ന കേരള കോസ്റ്റിലാണ്. പെപ്പർ, സ്പൈസസ്, മലപത്രം എന്നിവ അവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നു. പാണ്ഡ്യന്മാരുടേത് കോർക്കയാണ്, ഗൾഫ് ഓഫ് മന്നാറിലാണ്. പേൾസ്, ചാങ്സ് തുടങ്ങുന്നവ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നു. പൂംബുഹാർ ചോളന്മാരുടെയാണ്. കാവേരി പൂമ്പട്ടണം എന്ന് പറയും. കോറമണ്ടൽ കോസ്റ്റിലാണ്. നമ്മുടെ ഈ പറയുന്ന കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നു. അതുപോലെ തന്നെ സിൽക്ക്, സാൻഡൽവുഡ് തുടങ്ങുന്നവയും കയറ്റുമതി ചെയ്തിരുന്നു. അരികമേട് ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ടാണ്. അത് ആർക്കിയോളജിക്കലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സംഘകാല കൃതികളിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. പുതുച്ചേരിക്കടുത്താണ്. നമുക്കിവിടെ റോമൻ പോട്ടറി, അതായത് റോമക്കാരുടെ ഉപയോഗിച്ചിരുന്ന ആർക്കിയോളജിക്കൽ വസ്തുക്കളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അരറ്റിൻ വെയർ എന്ന് പറയും. നമ്മുടെ NCERT-യിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോമൻ കോളനി ആയിരുന്നു എന്ന് കാണാം. ഇനി നമുക്ക് സംഘകാല കൃതികളായ പുറനാനൂറ്, അതുപോലെ തന്നെ പത്തിനപ്പാളി തുടങ്ങുന്നവയിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഗുഡ്സ് ഇവർ യവനന്മാരുമായിട്ട് ട്രേഡ് ചെയ്തിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന് പറയുന്ന ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു ഗ്രീക്ക് ട്രാവലർ നമ്മുടെ 1-ാം നൂറ്റാണ്ടിൽ ഈ മുസിരിസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഒരു ഗ്രീക്ക് അക്കൗണ്ടാണ്. അതിനകത്ത് നമ്മുടെ മുസിരിസിൽ റോമക്കാരുടെ ഒരു കോളനി ഉണ്ടായിരുന്നതും അവിടെ അവർ ഈ പറയുന്ന റോമൻ നാണയങ്ങൾ അവിടെ അച്ചടിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ടോളമിയുടെ ജോഗ്രഫിയിലും കാര്യമായിട്ട് ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഈ പറയുന്ന പ്രദേശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി ആർക്കിയോളജിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അരികമേട് പട്ടണം എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ മുസിരിസ് ആണ്. അവിടെയൊക്കെ നമ്മൾ എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. റോമൻ കോയിൻസ്, ആംഫോർ, ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ NCERT ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ NCERT നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. According to Kaudilya's Arthashastra, which of the following are correct? A person could be a slave as a result of judicial punishment. If a female slave bore her master a son, she was legally free. If a son born to a female slave was fathered by her master, the son was entitled to the legal status of the master's son. Which of the following statements given above are correct? 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. റൈറ്റ് ആൻസർ 1, 2 and 3 ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് പറയാനൊന്നുമില്ല. അർത്ഥശാസ്ത്രത്തിലെ കണ്ടന്റ് എന്താണ് അതുപോലെ പഠിക്കുക. നമുക്ക് NCERT അതൊന്ന് നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലീഗൽ ഫ്രെയിംവർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഒരു ലീഗൽ, എക്കോണമിക്, സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഒക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ദാസ എന്നാണ് അക്കാലത്ത് സ്ലേവ്സിന് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ സ്ലേവ്സിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഒരു വിശകലനം, അതിനകത്തൊരു ഹ്യൂമൻ ലീഗൽ ഫ്രെയിംവർക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അക്കാലത്ത് ലോകത്തിലെ പല ഭാഗത്തും ഉണ്ടായിരുന്ന ഈ സ്ലേവറിയെ കുറിച്ചുള്ള നിയമങ്ങളിൽ വളരെയധികം മാനുഷികമായിട്ടുള്ളൊരു പരിഗണന അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ പറയുന്ന അർത്ഥശാസ്ത്രം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ജുഡീഷ്യൽ ദണ്ഡപരിണിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റം ചെയ്തു, അതിന് ശിക്ഷയായിട്ട് വേണമെങ്കിൽ അടിമയായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഒരു വ്യക്തിയെ വേണമെങ്കിൽ അടിമയാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി ഒരാൾക്ക് സ്വയം അടിമയായിട്ട് വിൽക്കാൻ വേണ്ടി കഴിയും. ഇനി അപ്പോൾ 1, 2, 3 നാലാമതൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമയ്ക്ക് ജനിച്ചു കഴിഞ്ഞാൽ അയാൾ അടിമയായിരിക്കും. ഇവിടെ കൗടില്യൻ പറയുന്നത് ഒരു മാസ്റ്റർ, ഒരു എന്താ പറയുന്ന അടിമത്വം എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥതയാണ്. അപ്പോൾ ഈ ഉടമസ്ഥന് ഈ സ്ത്രീയായിട്ടുള്ള അടിമയിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ
നമുക്ക് ഈ കുട്ടിയും അതുപോലെ തന്നെ മാതാവും ഒരുപോലെ തന്നെ ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ഉടമസ്ഥനിൽ നിന്ന് അടിമ ഒരു 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 എന്താ പറയുന്ന ഒരു ചൈൽഡിനെ എന്താണ് ഒരു ബിയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എന്താണ് ഈ പറയുന്ന ബോണ്ടേജ് ഇല്ലാതാകും. ഇനി ഈ ഒരു ഇത്തരത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി ഒരു മകനാണെങ്കിൽ ഈ മാസ്റ്ററിന്റെ ഒരു ലീഗൽ സ്റ്റാറ്റസ് അദ്ദേഹത്തിന് ലഭിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹത്തിന് സാമൂഹ്യപരമായിട്ടും അല്ലാതെയും ലഭിക്കുന്ന ഒരു അവകാശങ്ങൾക്ക് ഒരു ഇൻഹെറിറ്റൻസ് അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇനി നമ്മൾ അർത്ഥശാസ്ത്രത്തിന്റെ സ്ലേവറിയെ കുറിച്ച് ഉള്ള പരാമർശങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എംഫസൈസ് ചെയ്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നോ ആര്യ ഷോൾ ബി എ സ്ലേവ്. ആര്യൻ വംശത്തിൽപ്പെട്ടവര് അല്ലെങ്കിൽ ആര്യന്മാരായിട്ടുള്ളവര് സ്ലേവ്സ് ആകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ഒരു കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒരു ടെമ്പററി സെറ്റപ്പ് മാത്രമാണ് സ്ലേവറി. ഒരു വ്യക്തി അയാളുടെ ജനനമോ വംശമോ അനുസരിച്ച് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാലത്തും സ്ലേവ് അല്ല. ഇനി റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു അവകാശം സ്ലേവ്സിന് കൊടുക്കുന്നുണ്ട് കൗഡില്യൻ സിസ്റ്റത്തിൽ. അത് മറ്റ് ലോകത്തുള്ള പല പ്രദേശങ്ങളുള്ള സ്ലേവറിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഒരു സ്ലേവിന് സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുവാനോ അയാൾക്ക് സ്വന്തമായിട്ട് അയാളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുവാനോ ഉള്ള അവകാശമുണ്ട്. ഇനി പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാസ്റ്റേഴ്സിൽ നിന്നും മിസ്ട്രീറ്റോ അല്ലെങ്കിൽ അബ്യൂസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് കാരണമായിട്ട് മാറും. ഇനി റിഡംഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു റാൻസം കൊടുത്ത് അധ്വാനിച്ച്, അതായത് ഒരു സ്ലേവിന് അധ്വാനിച്ച് ഒരു പ്രോപ്പർട്ടിയോ മറ്റു കാര്യങ്ങളോ സെറ്റ് ചെയ്ത് അത് റാൻസം കൊടുത്ത് സ്വയം ഫ്രീ ആകാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 കാറ്റഗറിയിലുള്ള ദാസസ് അല്ലെങ്കിൽ സ്ലേവ്സിനെ കുറിച്ച് കൗഡില്യൻ പറയുന്നു. ധ്വജഹൃദ ക്യാപ്ചർഡ് ഡ്യൂറിങ് എ ബാറ്റിൽ. ആത്മദത്രിയ ഒരാൾ സ്വയം വിൽക്കുന്നത്. ഉദരദാസ എന്താണ് ഒരു വരൾച്ചയുടെ സമയത്തോ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാടിന്റെ സമയത്തോ സ്വയം ഒരു സ്ലേവായിട്ട് മാറുന്നത്. ഗ്രഹജാത എന്ന് പറയുന്നത് ഒരു മാസ്റ്ററിന്റെ വീട്ടിലെ സ്ലേവിന് ജനിച്ച ഒരു കുട്ടി. അയാൾ സ്വാഭാവികമായിട്ടും സ്ലേവായിട്ട് തന്നെയാണ് ജനിക്കുന്നത്, സ്ലേവായിട്ട് വളരുകയും ചെയ്തു. അടുത്ത് നമ്മുടെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏൻഷ്യന്റ് ടൗൺസ് ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് എലോബറേറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ harvesting and management by building a series of dams and channelizing water into connected reservoirs? Options: Dholavira, Kalibangan, Dagigari, Ropar. നമുക്ക് നോക്കാം. ഇത് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് കാര്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ NCERT ബേസിക്കലി വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ധോലാവിരയാണ്. അതായത് നമ്മുടെ റിസർവോയറുകളും അതുപോലെ തന്നെ ഇറിഗേഷൻ സിസ്റ്റംസും നമ്മൾ കണ്ടിട്ടുള്ളത് ധോലാവിരയിലാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കാം. ഇനി അതേപോലെ തന്നെ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുകായിൽ നമ്മൾ ചില ചാനൽസ്, ഈ വാട്ടർ ഒഴിക്കുന്ന കനാൽസും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളുടെ ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിനടുത്തുള്ള ഖാദിബെറ്റിലാണ് ധോലാവിര സ്ഥിതി ചെയ്യുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റുകളിൽ ഒന്നാണ്. കാലിബംഗൻ രാജസ്ഥാനിലാണ്. അവിടെ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അവിടെ ഫയർ ഓൾട്ടറുകളുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലും ഫയർ ഓൾട്ടറുകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള പ്ലോഡ് ഫീൽഡ്, അതായത് ക്രോസ് ഫറോഡായിട്ട് ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെയാണ് കൃഷിക്ക് വേണ്ടിയിട്ട്. ഹരിയാനയിലാണ് രാഗി ഗർഹി. ഹാരപ്പൻ സിവിലൈസേഷനിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സൈറ്റാണ്. ഒരു സെമിട്രിയും ഗ്രാൻഡറിയും ഒക്കെ നമുക്കവിടെ കാണാം. പഞ്ചാബിലെ റോപ്പാർ എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യക്കുള്ളിൽ കണ്ടെത്തിയ ഏറ്റവും ആദ്യത്തെ ഹാരപ്പൻ സൈറ്റാണ്. മനുഷ്യനോടൊപ്പം ഒരു ഡോഗിനെ ബെറി ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കാണുന്നത്. ഒരു സ്പെഷ്യൽ കേസാണ്, വേറെ എങ്ങനെ നമ്മൾ കാണുന്നില്ല. ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റു ചില നമ്മളുടെ ഒരു ഈ പറയുന്ന കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ഗുജറാത്തിലെ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് അല്ലെങ്കിൽ പോർട്ടാണ്. സബർമതി റിവറിന് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെസപ്പൊട്ടാമിയൻ സുമേറിയൻ സംസ്കാരമായിട്ടും അക്കാഡിയൻ സംസ്കാരമായിട്ടും വലിയ ബന്ധം അവർ നിലനിർത്തിയിരുന്നു. അവിടുന്ന് കപ്പലുകൾ ഇവിടെ വന്നിരുന്നു. സുക്തഗന്തോർ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാന്റെ അങ്ങേ അറ്റത്ത് നമ്മുടെ ഇറാന്റെ തീരത്താണ് സുക്തഗന്തോർ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. മക്രാൻ കോസ്റ്റിനടുത്താണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ട്രേഡ് ഔട്ട് പോസ്റ്റ് ആയിരുന്നു.
പാകിസ്ഥാനിലെ ബാലാക്കോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഷെൽ വർക്കിംഗ് ഇൻഡസ്ട്രീസിന്റെ ഒരു കേന്ദ്രമാണ്. ബാംഗിൾസ്, ഡാൽസ്, ബീഡ്സ് ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ബാലാക്കോട്ട് വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ അത് കൂടുതൽ ഷെൽ വർക്കാണ്, അതായത് ഇവർ ഈ ആഭരണങ്ങൾ ഉണ്ടാക്കാനുള്ള ബീഡ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഇനി മൊഹൻജദാരോ പാകിസ്ഥാനിലാണ്. ഗ്രേറ്റ് ബാത്ത് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, അത് ബിറ്റുമിൻ ലൈൻ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. മൊഹൻജദാരോ പലപ്പോഴും ഫ്ലഡ്സ് അതിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും അത് എന്താണ് ഒരു ഏകീകൃത രൂപമില്ല എന്നുള്ളത് അതിനൊരു പ്രത്യേകതയാണ്. അവിടെ ഒരു സ്തൂപമുണ്ട്, ബുദ്ധിസ്റ്റ് സ്തൂപവും പിൽക്കാലത്ത് പണിയപ്പെട്ടിരുന്നു, അതും നമുക്ക് നോക്കണം. ഹരിയാനയിലെ ബനാവലി ഒരു നമ്മൾ സാധാരണ ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പട്ടണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചറായിട്ട് പറയുന്നതാണ് ഗ്രിഡ് സിസ്റ്റം, അല്ലേ? പക്ഷെ അതിവിടെ കാണുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ടെറാക്കോട്ട മോഡൽ ഓഫ് എ പ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിക്കോണം. അതായത് ഈ കളിമണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറാക്കോട്ട എന്ന ഒരു പ്രത്യേകതരം ഒരു റോ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ എന്താണ് ഈ നിലം ഉഴാനുള്ള കലപ്പയുടെ, അതായത് പ്ലോയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അഗ്രികൾച്ചർ കാര്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ്. പാകിസ്ഥാനിലെ ചൻഹുദാരോ ഷെഫീൽഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടു. അതായത് നമ്മളുടെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഷെഫീൽഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഒരു ചൻഹുദാരോവിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, എപ്പോഴും ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ സിറ്റഡൽ ഇല്ല. സിറ്റഡലും ലോവർ ടൗണും അങ്ങനെയാണല്ലോ. ഇവിടെ സിറ്റഡൽ ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന ചൻഹുദാരോയുടെ ഒരു പ്രത്യേകത. ഇവിടെ ബീഡ് മേക്കിംഗ് ഉണ്ടായിരുന്നു, സീൽ മേക്കിംഗ് ഉണ്ടായിരുന്നു, ഷെൽ വർക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് ഷെൽ മേക്കിങ്ങിനും അതേപോലെ തന്നെ ബീഡ്സിന്റെ വർക്കിനും വേണ്ടി പ്രത്യേകം ഒരു ഫാക്ടറി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത ഷോട്ടുകായി ആണ് അഫ്ഗാനിസ്ഥാൻ. നമ്മളുടെ അഫ്ഗാനിസ്ഥാനിൽ ഒരു റിമോട്ടായിട്ടുള്ള ഒരു ട്രേഡ് ഔട്ട് പോസ്റ്റ് ആണ്. നമ്മളുടെ സുപ്തഗന്ധൂറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓക്സസ് നദിയുടെ തീരത്താണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൊഹൻജദാരയും അതുപോലെ തന്നെ ചൻഹുദാരയും സിന്ധു നദിയുടെ തീരത്താണ്, ഇൻഡസ് നദിയുടെ തീരത്താണ്. ഈ ഓക്സസ് റിവർ എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ഏഷ്യൻ റിവറിന്റെ ഒരു തീരത്താണ് ഈ ഷോട്ടുകായി സ്ഥിതി ചെയ്യുന്നത്. ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു നീല കളറിലുള്ള വളരെ ഒരു സെമി പ്രഷ്യസ് സ്റ്റോണ് അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ സെമി പ്രഷ്യസ് സ്റ്റോൺ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. മന്ദ ജമ്മു കാശ്മീരിലാണ്, നമ്മുടെ നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ആണ്. ചെനാബ് റിവറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഹിമാലയൻ പ്രദേശത്ത് നിന്ന് തടി വെട്ടി അത് ഈ ഒഴുക്കി നമ്മുടെ ഈ മൊഹൻജദാരോവും ഇവിടെ പറയുന്ന എന്താണ് ഹാരപ്പ ഇങ്ങനെയൊക്കെയുള്ള മറ്റ് എന്താണ് പട്ടണങ്ങളിലേക്ക് ഇവരെത്തിച്ചിരുന്നു. ഒരു ടിമ്പറിന്റെ സോഴ്സ് ആയിരുന്നു ഈ മന്ദ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും നോക്കുക. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് പ്ലേസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആൻഡ് വെൽ നോൺ ഫോർ. എന്തിനാണ് അത് അറിയപ്പെട്ടിരുന്നത്? ബുർസാഹോം, റോക്കറ്റ് ഷ്രൈൻസ്, ചന്ദ്രകേതുകർ, ടെറാക്കോട്ട ആർട്ട്, ഗണേശ്വർ, കോപ്പർ ആർട്ടിഫാക്ട്സ്. വിച്ച് ഓഫ് ദ പേഴ്സ് ഗിവൺ എബോ ഈസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ബുർസം എന്നാണ് നോക്കാം. 1 only, 1 and 2 only, 3 only, 2 and 3 only. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 2 and 3 only ആണ്. നമുക്ക് NCERT ബേസിക്കലി പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ഒന്നാമത്തത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ബുർസാഹോം എന്ന് പറയുന്നത് കശ്മീരിലെ നമുക്കറിയാലോ ഗുഫ്രാലും ബുസോർഹോമും രണ്ടും നിയോലിത്തിക് സൈറ്റ് ആണ്. നമ്മുടെ 6ാം ക്ലാസ്സിലെ അവർ പാസ്റ്റ് 1, അതായത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം വരെ ഉണ്ടായിരുന്ന അവർ പാസ്റ്റ് 1 നമുക്ക് അതിന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പറയുന്ന, പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ആ ഒരു എന്താണ് സൈറ്റുകളൊന്നാണ് ബുർസാഹോം. നമുക്ക് നോക്കാം. ഈ ചന്ദ്രകേതുകർ എന്ന് പറയുന്നത് ഈ ടെറാക്കോട്ട ആർട്ടിന് പേരുകെട്ടതാണ്. BC 500 എന്ന് പറയുമ്പോൾ മഹാജനപദ കാലഘട്ടത്തിനടുത്താണ് ഈ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ വെസ്റ്റ് ബംഗാളിനടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രീ മൗര്യൻ ആയിട്ടുള്ള ഒരു അർബൻ സെന്റർ ആയിരുന്നു. അവിടെ വലിയ കച്ചവടമൊക്കെ നടത്തിയിരുന്നു. ഗണേശ്വർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാൽക്കോലിത്തിക് ഫേസുമായിട്ട് പഠിക്കുന്നതാണ്. അവിടെ കാൽക്കോലിത്തിക് എന്ന് പറയുന്നതായതുകൊണ്ട് തന്നെ അത് കോപ്പർ ആക്ടിന്റെ ഒരു കേന്ദ്രമാണെന്നറിയാം. നമുക്ക് ഗണേശ്വർ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഗണേശ്വർ ജോധ്പുര കൾച്ചർ അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇവിടുന്നാണ് കോപ്പർ എടുത്തുകൊണ്ട് പോയിരുന്നത് എന്ന് നമ്മുടെ NCERT വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2, 3 കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ബേസിക്കലി NCERT ആണ്. ഓക്കെ, നമുക്ക് ഇപ്പം 2021 വരെയുള്ള നമ്മുടെ ചോദ്യങ്ങൾ നമ്മളോട് നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ ഒരു PDF നമ്മളുടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാൻ സാധിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം.